ഹായ് ഹലോ. അപ്പം നമ്മളിന്നൊരു ഹോം ടൂറാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കൊരു ഗേറ്റല്ല, ഞങ്ങൾക്ക് 2 ഗേറ്റാണ്. അതായത് സിറ്റ് ഔട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നിടത്തും ഞങ്ങളൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇവർക്കൊരു വയസ്സായപ്പോൾ നമ്മളത് വെച്ചതാണ്. അപ്പം എന്താണ് ആവശ്യമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വെളിയിലോട്ട് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് വെച്ചതാണ്. ഇത് നമ്മുടെ പോർച്ചാണ്. അപ്പോൾ പോർച്ചിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന അവരുടെ വണ്ടികളാണ്, കണ്ടല്ലോ. അവർക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു വണ്ടികൾ. നമ്മൾ പോർച്ചിൽ നിന്ന് വീട്ടിലേക്ക് അകത്തോട്ട് കയറുന്നതിൻ്റെ വലതുവശത്തെ കലാരൂപമാണിത്, കണ്ടല്ലോ അല്ലേ. പല പല വർണ്ണങ്ങളിലാണ്. ഇതിൻ്റെ ആർച്ചിൻ്റെ മുകൾവശമായതുകൊണ്ട് അവർക്ക് എത്തത്തില്ല അവിടെയൊന്നും. ഇതിപ്പം കലാരൂപങ്ങളൊക്കെ ഇവിടെ തുടങ്ങുകയാണ്. തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. കണ്ടോ, എല്ലാ കളറുകളും ഉണ്ട്. പല വർണ്ണങ്ങളിലാണ് ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ കലാരൂപങ്ങളുടെയൊക്കെ ആൾക്കാർ ആരാണെന്ന് അറിയാമല്ലോ അല്ലേ. ട്വിൻസാണ്, ചിന്നു ചിപ്പി. അപ്പോൾ ഏതായാലും ഇന്ന് അംഗൻവാടി പോയിട്ടുണ്ട്. രാവിലെ അംഗൻവാടി പോയ ടൈമിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഞങ്ങളുടെ വീടിനകത്തേക്ക് കയറുന്നതിൻ്റെ എൻട്രിയാണ്. ഇത് മെയിൻ ഡോറിൻ്റെ എന്തോ വാശി തീർക്കുന്നത് പോലെയാണ് അതിനകത്തൊക്കെ അവർ ആ കലാരൂപം ചെയ്തിരിക്കുന്നത്. അത് ചോക്കൊന്നുമല്ല, എന്തോ ഹാർഡായിട്ടുള്ള എന്തോ ഐറ്റം കൊണ്ട് റെഡിയാക്കിയതാണ്. പിന്നെ ഹോളിലാണെങ്കിൽ തന്നെ ഞങ്ങളങ്ങനെ സെറ്റിയോ ദിവാനോ ഒന്നും ഇട്ടിട്ടില്ല. അതെല്ലാം ഞങ്ങളെടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം പിള്ളേർക്ക് 2 പേർക്കും നിന്ന് നല്ല സൗകര്യമായിട്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അത്യാവശ്യം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള 1-2 ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ മാറ്റിയേക്കാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ ഇതൊരു പൂച്ചയാണ്, നല്ല ഒറിജിനാലിറ്റി ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ളൊരു പൂച്ചക്കുട്ടി. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോയിലൊന്നാണത്. പിന്നെ ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് ഈ സ്റ്റിക്കറുകൾ. പക്ഷേ വാങ്ങിച്ച സമയത്തൊക്കെ ആണെങ്കിലും അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടം തന്നെ ആണെങ്കിലും ഇപ്പം അതിനോട് ഇഷ്ടം കാണിക്കുന്നത് കൂടുതലും ഏതെങ്കിലും കളർ കൊണ്ട് അതിൻ്റെ പൊക്കത്തോട്ട് വരച്ചിട്ടാണ്. പക്ഷെ ഇതിൻ്റെ അതൊരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊരു സോപ്പ് മിക്സ് ചെയ്തിട്ടോ എന്തെങ്കിലും ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ വണ്ടി അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ അകത്തും ഉണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കത്തില്ലെങ്കിലും അത്യാവശ്യം അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നാലും കാണുമ്പോൾ അവർക്കൊരു ചെറിയ പേടിയുണ്ട്. അവരുടെ കലാവിരുതുകളില്ലാത്ത ഒരു സ്ഥലവും ഇപ്പോൾ ഈ വീട്ടിലുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ വരെയും കുറയുമായിട്ട് ഉണ്ട്. പിന്നെ ഇത് അവർ കുഞ്ഞായിരുന്നപ്പം ഇങ്ങനെ ഒരു പിക്ചറിൽ നിന്നിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചിരുന്നതാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പശു ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അവർക്കത് സ്റ്റൂളിൻ്റെ പൊക്കത്ത് കയറി നിന്ന് അതൊക്കെ പറിച്ചെടുക്കാം എന്നുള്ളതായപ്പോഴത്തേക്ക് അവർ തന്നെ എല്ലാം പറിച്ച് കളഞ്ഞു. ഇനി അവശേഷിക്കുന്ന 1-2 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ തന്നെ കളഞ്ഞു. അടുത്തത് നമ്മുടെ ഡോറ ബുജിയാണ്. കുട്ടികളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള 2 പേരാണത്. ഒരാൾക്ക് ഡോറയോടും ഒരാൾക്ക് ബുജിയോടുമാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും ആ ഡോറയും ബുജിയുടെയും ദേഹത്ത് മുഴുവൻ വരച്ചിട്ടുണ്ട്. മുഴുവൻ കളറ്, പേന, ചോക്ക്, സർവത്ര സംഭവങ്ങൾ കൊണ്ട് വരയ്ക്കാവുന്നതെല്ലാം അവരാൽ കഴിയുന്ന അത്രയും വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞങ്ങളുടെ മെയിൻ ബെഡ്റൂമാണ്. ബെഡ്റൂമിനകത്ത് ഞാനങ്ങനെ വരയ്ക്കാൻ സമ്മതിക്കാറില്ല, ഡോർ ഓപ്പൺ ചെയ്തിടാറില്ല. എന്നാലും 1-2 പ്രാവശ്യം ഒക്കെ പേനയും പെൻസിലും ഒക്കെ കൊണ്ട് മുറിക്കകത്ത് കയറിയത് കൊണ്ട് അത്യാവശ്യം കലാവിരുതുകൾ അവിടെയും അവർ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കുറുമ്പികളുടെ കലാവിരുതുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വെറൈറ്റി ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന്
സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെ ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.